അതോടൊപ്പം തന്നെ ഇപ്പോൾ ആനന്ദിന്റെ ബന്ധുവിന്റെ മൊഴി കൂടി വന്നിരിക്കുകയാണ്. അരുൺ സോളമൻ വിവരങ്ങൾ നൽകും. അരുൺ, അന്വേഷണം ചോദ്യം ചെയ്യലിലേക്ക് അടക്കം പുറത്തു വന്ന പേരുകളിലേക്ക് അടക്കം പോകുമെന്നുള്ള കാര്യം വ്യക്തമാണ്. ആനന്ദിന്റെ ബന്ധുവിന്റെ മൊഴി ആ തരത്തിലാണോ? ഏതെങ്കിലും നേതാക്കൾക്കെതിരെ പേര് പറഞ്ഞുകൊണ്ടുള്ള മൊഴിയാണോ? എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, ഈ വിഷയത്തിൽ ജില്ലാ അധ്യക്ഷൻ ഇപ്പോൾ BJPയുടെ സജീവ പ്രവർത്തകനല്ല ആനന്ദ് എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ ബന്ധു കൂടിയിട്ടുള്ള വിമൽ കുമാർ നൽകിയിരിക്കുന്ന മൊഴി അത് ഏറെ ശ്രദ്ധേയമാണ്, ഏറെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം ഈ തൃക്കണ്ണാപുരം വാർഡിൽ സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിച്ചിട്ട് തഴഞ്ഞുവെന്നും അതിന്റെ മനോവിഷമത്തിലായിരുന്നു ആനന്ദും എന്നുള്ളതാണ് കൃത്യമാർന്ന ഒരു മൊഴിയാണ് ഇപ്പോൾ വിമൽ കുമാർ പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേസും ചാർജ് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ നിലവിലിപ്പോൾ ഈ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ 5 മണിക്ക് പിന്നാലെയാണ് ഇവിടെ എത്തിച്ചത്. ഇതിനിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ അടക്കമുള്ളവ ഇന്ന് 10 മണിയോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ ഫോറൻസിക് മുതൽ വിരലടയാള വിദഗ്ധരടക്കമുള്ളവർ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടിയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതിനു ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. ഉച്ചയോടുകൂടി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഏറെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. BJPയുടെ ജില്ലാ അധ്യക്ഷൻ പരസ്യമായിട്ട് ഈ സജീവ പ്രവർത്തനമല്ല, തനിക്ക് അറിയില്ല, വാർഡിലെ തന്നിട്ടുള്ള പട്ടികയിൽ പോലും ആനന്ദിന്റെ പേരില്ല എന്നടക്കമുള്ളവ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ പറയുമ്പോൾ അതിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബന്ധു കൂടിയുള്ള വിമൽ കുമാർ ഇപ്പോൾ പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്ന മൊഴി. ആ മൊഴി എന്തായാലും ഏറെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം, ഇന്നലെ ആനന്ദ് കുമാർ മരിക്കുന്നതിന് തൊട്ട് മുൻപ്, അതായത് 4:30-ക്ക് നൽകിയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് അയച്ചിട്ടുള്ള വാട്സപ്പ് സന്ദേശത്തിലെ ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള പേരുകൾ, അത് ഒന്ന് ഉദയകുമാറാണ്, BJPയുടെ ഏരിയ പ്രസിഡന്റിന്റെ പേര്. ഏറ്റവും ഗുരുതരമായിട്ടുള്ള പേരുകൾ അത് മണ്ണ് മാഫിയയുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണ് ഉദയകുമാർ. മറ്റൊന്ന് ഈ BJPയുടെ മണ്ഡലം കമ്മിറ്റി മെമ്പർ കൂടിയിട്ടുള്ള കൃഷ്ണകുമാർ. ഏറ്റവും മൂന്നാമത്തെ പേരെന്ന് പറയുന്നത് ഈ ഒരു കൃഷ്ണകുമാറിനും ഉദയകുമാറിനും പുറമെ RSSന്റെ കാര്യവാഹമായി പ്രവർത്തിക്കുന്ന രാജേഷ്. ഈ 3 പേരുകളാണ് ആത്മഹത്യക്കുറിപ്പിൽ ഏറ്റവും പേരുകൾ വന്നിട്ടുണ്ട്. പേരുകൾ നേതാക്കളുടെ പേരുകളാണ്. അതിലേക്ക് അന്വേഷണം എത്തുക എന്നുള്ളതാണ് അറിയേണ്ടത്. മറ്റൊരു ആത്മഹത്യാ ശ്രമം കൂടി നടക്കുമ്പോൾ അർജുൻ കല്യാട് വിവരങ്ങൾ. അർജുൻ, മഹിളാ മോർച്ച നേതാവ് ശാലിനി ആത്മഹത്യാ ശ്രമം നടത്തുമ്പോൾ ശാലിനി ചില കാര്യങ്ങൾ പറയുന്നുമുണ്ട്. എന്താണ് അവരെ വേദനിപ്പിച്ചത്? ആരാണ് അവരെ ഈ ആത്മഹത്യാ ശ്രമത്തിലേക്ക് നയിച്ചത്? സ്മൃതി, ശാലിനിയെ കുറിച്ച് കേവലം ഒരു BJPയുടെ നേതാവ് എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ മഹിളാ മോർച്ചയുടെ ഒരു നേതാവ് എന്നതിനപ്പുറത്തേക്ക് ഒരു ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയാണ് ഈ ശാലിനി. ആ ശാലിനിയാണ് കഴിഞ്ഞ നെടുമങ്ങാട് ഈ പറയുന്ന മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി പാർട്ടി അതിൻ്റെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയും, പക്ഷേ അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നില്ല. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള അനൗദ്യോഗികമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും എല്ലാം തന്നെ പൂർത്തിയാക്കിയിരുന്നു. ആ ഘട്ടത്തിലാണ് ചില RSSന്റെ നേതാക്കൾ തനിക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള ചില അപവാദ പ്രചരണങ്ങൾ നടത്തിയത്. വ്യക്തിപരമായും തൻ്റെ കുടുംബത്തെ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയാത്ത തരത്തിൽ പോലുമുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തി. അതിൻ്റെ ഭാഗമായാണ് താൻ ഇത്തരത്തിലുള്ളൊരു ആത്മഹത്യാ ശ്രമം നടത്തിയത് എന്നുള്ളതാണ് ഈ ശാലിനി തുറന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായി RSSന്റെ നേതാക്കൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ BJPയുടെ സംഘടനാ സംവിധാനങ്ങളെ പലപ്പോഴും നിയന്ത്രിക്കുകയും അതിന് എല്ലാവിധ കാര്യങ്ങളും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് പിന്നണിയിൽ നിന്നുകൊണ്ട് RSS ആണ്. പലപ്പോഴും RSS നേതൃത്വവും BJP നേതൃത്വവും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ, ചില തരത്തിലുള്ള സംഘടനാപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ വലിയ പ്രതിസന്ധികളിലേക്കും പ്രശ്നങ്ങളിലേക്കുമൊക്കെ പോയതും നമുക്ക് മുന്നനുഭവങ്ങളായി നമുക്ക് മുന്നിലുള്ളതാണ്. ഇവിടെയും അത്തരത്തിലുള്ള ഒരു സംഭവമാണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് ശാലിനിയുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ശാലിനിയെ സ്ഥാനാർത്ഥിയായി പാർട്ടിയും അതുപോലെ തന്നെ അതിൻ്റെ മണ്ഡലം കമ്മിറ്റിയും എല്ലാം തന്നെ തീരുമാനിച്ചു. പക്ഷേ അതിനുശേഷം RSSുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നേതാക്കൾക്ക്, RSSന്റെ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ചില പ്രവർത്തകർക്ക് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ രീതിയിലുള്ള അസംതൃപ്തി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ തന്നെ വലിയ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങൾ, വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ പോലുമുള്ള പ്രചരണങ്ങൾ ശാലിനിക്ക് നേരെ നടത്തുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ആ അപവാദ പ്രചരണങ്ങളിൽ മനംനൊന്നാണ് ഇന്ന് രാവിലെയോടുകൂടി ശാലിനി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ആശുപത്രിയിൽ ചികിത്സയിലേക്ക് എത്തുകയും അവിടെ നിന്നും ഈ ചികിത്സ കൈഞ്ഞരമ്പ് മുറിച്ചാണ് ശാലിനി ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതിനുശേഷം പ്രാഥമികമായിട്ടുള്ള ചികിത്സയ്ക്ക് ശേഷം ഗുരുതരമായിട്ടുള്ള പ്രശ്നമല്ലാത്തതുകൊണ്ട് ശാലിനിയെ വിശ്രമത്തിന് വേണ്ടി വീട്ടിലേക്ക് ഡോക്ടറുടെ അനുമതിയോടുകൂടി തന്നെ മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നേതൃത്വം പറയുന്നത് RSSും BJPയും തമ്മിലുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് അവിടെയുള്ള നെടുമങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. പക്ഷേ ശാലിനിയുടെ പ്രതികരണത്തിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് RSS പ്രാദേശിക നേതാക്കൾ നടത്തിയിട്ടുള്ള ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത, അല്ലെങ്കിൽ വളരെ നീചമായ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങളുടെ ഭാഗമായാണ് അത്തരം ഒരു ആത്മഹത്യാശ്രമം നടന്നിരിക്കുന്നത്. അങ്ങനെയാണ് ശാലിനിയുടെ പ്രതികരണം വരുന്നത്. റോഷിബാലുണ്ട്. റോഷിബാൽ, ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോഴാണ് സീറ്റുമായി ബന്ധപ്പെട്ട് സീറ്റ് നിഷേധിക്കപ്പെട്ടതിൽ ഒരു ആത്മഹത്യ നടന്നിരിക്കുന്നത്. ഒരു ആത്മഹത്യാ ശ്രമം, അത് അപവാദ പ്രചരണം കൂടി ഉയർത്തിക്കൊണ്ടാണ്.
അതിനു മുൻപും ഒരു ആത്മഹത്യ തലസ്ഥാനത്ത് നടന്നിട്ടുണ്ടല്ലോ. MS കുമാർ ഉന്നയിച്ച ആരോപണങ്ങൾ അവിടെ നിൽക്കുന്നു. തന്നെയും ആത്മഹത്യയിലേക്ക് നയിക്കരുത് എന്ന രൂപത്തിൽ പ്രതികരണം ഫേസ്ബുക്കിലൂടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ പാലക്കാട് പോലെ തന്നെ ആത്മവിശ്വാസം BJPക്കുള്ള ഒരു സ്ഥലമായിരുന്നു തിരുവനന്തപുരം. ഈ ആത്മഹത്യകളും ആത്മഹത്യാ ശ്രമങ്ങളും എങ്ങനെയാണ് BJP പ്രതിരോധത്തിലാക്കുന്നത്? കൃത്യമായൊരു മറുപടി നേതൃത്വത്തിന് പറയാൻ കഴിയുന്നുണ്ടോ? പ്രതിപക്ഷം ഇത് എത്രത്തോളം ശക്തമായി, കോൺഗ്രസ് അതുപോലെ CPIM എത്രത്തോളം ശക്തമായി ഈ വിഷയം ഏറ്റെടുക്കുന്നു? സ്മൃതി, കോർപ്പറേഷനിൽ അട്ടിമറി വിജയം ലക്ഷ്യപ്പെട്ട് ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ BJP സജീവമായി പ്രവർത്തനം തുടങ്ങിയ സ്ഥലമാണ് തിരുവനന്തപുരം. അവസാനഘട്ടം ഏതാണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട സമയത്താണ് ഇങ്ങനെ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ട് ആത്മഹത്യകൾ ഉണ്ടാകുന്നത്. അതിൽ ആദ്യത്തേത് തിരുമല അനിലാണ്. നമുക്കറിയാം BJPയുടെ ജില്ലാ നേതാവ് കൂടിയായ തിരുമലാലിന്റെ നേതൃത്വത്തിലുള്ള സൊസൈറ്റി, ക്രെഡിറ്റ് സൊസൈറ്റിയിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ആ ഘട്ടത്തിലാണ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി ഒരു ആത്മഹത്യ വന്നത്. അതിന് തൊട്ടപ്പുറത്ത് തൃക്കണ്ണാപുരത്ത് സമാനമായ രീതിയിൽ ഗുരുതരമായ ആരോപണം BJP നേതൃത്വത്തിനെതിരെ ഉയർത്തിയാണ് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമുണ്ടായിരുന്ന ഇങ്ങനെ ഒരു BJPയുടെ RSSന്റെയും പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യുന്നത്. ഒടുവിലിപ്പോൾ നെടുമങ്ങാട് മറ്റൊരു പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു. അത് മഹിളാ മോർച്ചയുടെ ജില്ലാ നേതാവാണ്. ഇങ്ങനെ തുടർച്ചയായി ആത്മഹത്യയും ആത്മഹത്യാ ശ്രമവും നടക്കുന്ന സാഹചര്യത്തിൽ ഇതിനൊരു കൃത്യമായ വിശദീകരണം നൽകാൻ ഇതുവരെ BJPക്ക് സാധിച്ചിട്ടില്ല. സംഘടനക്കകത്ത് മാഫിയ പ്രവർത്തനം ഉണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങൾ കോൺഗ്രസും CPIM ഉയർത്തുമ്പോൾ അത് നിഷേധിക്കാനോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വ്യക്തത വരുത്താനോ BJPക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇത് രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് തന്നെയാണ് LDF UDFും തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാക്കുക. അത് വലിയ പ്രതിസന്ധിയാണ്. MS കുമാർ സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തിയ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. MS കുമാർ പറഞ്ഞത് തിരുമല അനിലിന്റെ അവസ്ഥ തനിക്കുമുണ്ടാകുമോ എന്ന ഒരാശങ്കയാണ് പ്രകടിപ്പിച്ചത്. തന്റെ നേതൃത്വത്തിലുള്ള സൊസൈറ്റിയിൽ പണം വായ്പയെടുത്തവർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുണ്ട്. അവർ ഇതുവരെ പണം തിരിച്ചടച്ചിട്ടില്ല. അവരുടെ ആ പണം തിരിച്ചടപ്പിക്കാൻ BJP ഇടപെടണം. നേരത്തെ തിരുമല അനിലിന്റെ ബാങ്കിൽ സഹായം നൽകിയില്ലായിരുന്നെങ്കിൽ ആ പണം തിരിച്ചടപ്പിക്കാൻ ഇടപെട്ടിരുന്നെങ്കിൽ ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നു എന്നാണ് MS കുമാർ. അത് BJPയുടെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിരുന്നു ഈ MS കുമാർ. അങ്ങനെ ഒട്ടേറെ നേതാക്കൾ നേതൃത്വത്തിനെതിരെ അതീവ ഗുരുതരമായ ആരോപണം ഉയർത്തുന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ അപവാദ പ്രചരണമടക്കം RSSന്റെയും BJPയുടെ നേതാക്കൾ ഒരു യുവതിക്ക് നേരെ, അതും മഹിളാ മോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിക്കെതിരെ ഉയർത്തിയെന്ന അതിനേക്കാൾ വലിയ വെളിപ്പെടുത്തൽ വരുമ്പോൾ എങ്ങനെ ഇതിനെ BJP നേതൃത്വത്തിന്, സംസ്ഥാന നേതൃത്വത്തിന് പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഈ കാര്യത്തിൽ ഒരു തരത്തിലും വ്യക്തമായ മറുപടി പറയുന്നില്ല. പൂർണ്ണമായും പ്രതിരോധത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ. മറ്റ് നേതാക്കളെ ഇറക്കി കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ശ്രമത്തിനപ്പുറത്തേക്ക് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. 11:30 BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷും ഒപ്പം ജില്ലാ അധ്യക്ഷൻ കരമന ജയനും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ ആനന്ദിന്റെ BJPയുടെ ന്യായീകരണം എന്താണ് എന്ന് നോക്കാം. കരമന ജയന് ഇപ്പോൾ ചില കാര്യങ്ങൾ അറിയില്ല എന്ന് കൂടിയാണ്, ആനന്ദിന്റെ കാര്യം അറിയില്ല എന്ന് കൂടിയാണ് ഇപ്പോൾ പറഞ്ഞത്.